ബിന്ദുവിനെ നമുക്കറിയാം, വർഗീയ രാഘവന്റെ ഭാര്യയാണ്. ഈ വർഗീയ രാഘവൻ കഴിഞ്ഞ 2-3-5-8 മാസം മുമ്പ് വലിയൊരു പ്രസംഗം എന്താ പറഞ്ഞറിയോ? നിങ്ങളെ കുട്ടികളെ നിങ്ങൾ വിദേശത്ത് വിടരുത്, ഇവിടെ തന്നെ പഠിക്കട്ടെ. ഇവിടെ പഠിക്കാൻ സൗകര്യല്ലേ? എന്ത് സൗകര്യം? ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയും ഈ ബിന്ദു അല്ലേ? ഈ ജാതി അന്തംകമ്പികൾ വിദ്യാഭ്യാസ മന്ത്രി അയക്കുന്ന രാജ്യത്ത് എന്ത് വിശ്വസിച്ച് മക്കളെ ചേർത്താൻ ആളുകൾ ധൈര്യപ്പെടും? കുട്ടികളൊക്കെ പുറത്തുപോയി, കുട്ടികൾക്ക് പഠിക്കണം. 2014 കമ്പ്യൂട്ടർ സിലബസും വെച്ചിട്ട് 2025 പഠിക്കണ ഒരു നാട്ടില് എന്ത് മാറ്റാ സഖാവേ ഉണ്ടാവുക? നിങ്ങൾ ഈ വിദ്യാഭ്യാസ രംഗത്ത് ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ പോലെ കുറെ അന്തംകമ്മികളെ കയറ്റിയിട്ട് ആ രംഗം മുഴുവൻ വഷളാക്കി. കുട്ടികൾ ഇവിടെ പഠിക്കില്ല. നമ്മുടെ സിലബസ് ദുർബലമാണ്. നമ്മൾ പഠിച്ചു വരുന്ന കുട്ടികളുടെ അവരുടെ ആന്തരികമായ ശക്തി വളരെ അപകടം. ഇപ്പൊ ഈ സ്വാശ്രയ മേഖലയെ കുറിച്ച് നിങ്ങൾ സർവകലാശാലയെ കുറിച്ച് ആലോചിച്ച് നോക്ക്. UDFന്റെ കാലത്ത് അബ്ദുൾ റബ്ബ് വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോ, ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോ എല്ലാ വിദ്യാർത്ഥികളെയും വിളിച്ച് ചർച്ച ചെയ്തു. എല്ലാവരെയും അവരിൽ നിന്ന്, വിദ്യാർത്ഥികളിൽ നിന്ന് എത്രത്തോളം കിട്ടാമോ അത് മുഴുവൻ ആലോചിച്ചു പരിശോധിച്ചു. വിദ്യാഭ്യാസ വിചക്ഷണരുമായി ആലോചിച്ചു. വിദേശ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന വിദഗ്ധരുമായി ബന്ധപ്പെട്ടൊക്കെ ആലോചിച്ചു. ഒരു മാനദണ്ഡമുണ്ടാക്കി. കൊണ്ടോട്ടിയിലെ ജനങ്ങൾ അറിയണം ആ മാനദണ്ഡം എന്തായിരുന്നു എന്നറിയുമോ? 1, ഫീസ് നിശ്ചയിക്കുമ്പോ യൂണിവേഴ്സിറ്റികൾക്ക് തോന്നുന്ന പോലെ നിശ്ചയിക്കാൻ പറ്റില്ല. കാരണം ഇത് വലിയ കുത്തകകളാണ്. അവര് പണം മുടക്കിയാൽ ഇരട്ടി വാങ്ങും. മക്കളെ പഠിപ്പിക്കാൻ ഇന്ന് സാധാ ഒരു ഗവൺമെന്റ് സ്കൂളിൽ പോലും പോകുമ്പോ എത്ര ചെലവാണ്? ഒരു ബുക്ക്, ഒരു ബാഗ്, അവന്റെ സൗകര്യങ്ങൾ. ഈ യൂണിവേഴ്സിറ്റികൾ ഇവിടെ മികച്ച കോഴ്സുകൾ കൊണ്ടുവന്നിട്ടോ അവർ ആകാവുന്നത് മുഴുവൻ ഫീസാക്കി വാങ്ങും. അതുകൊണ്ട് അബ്ദുൾ റബ്ബ് എന്ന് പറഞ്ഞു, അങ്ങനെ പറ്റില്ല. എന്തുകൊണ്ട്? ഫീസ് നിശ്ചയിക്കാൻ മാനദണ്ഡം വേണം. പോരാ, ഫീസ് നിശ്ചയിക്കുന്നിടത്ത് ഒരു ഗവൺമെന്റിന്റെ പ്രതിനിധി ഉണ്ടാവണം. അതുണ്ടോ? ഇപ്പോ ഈ കൊണ്ടുവന്ന ബില്ലില് നിർബന്ധമായും യൂണിവേഴ്സിറ്റികൾ സംവരണം പാലിക്കണം. നിർബന്ധമായി യൂണിവേഴ്സിറ്റികൾ സ്കോളർഷിപ്പ് കൊടുക്കണം. മറ്റൊരു നിബന്ധന എന്താണെന്നറിയോ സഖാവേ? വെറുതെ കേറിയിട്ട് നിങ്ങൾക്ക് ഈ അന്തംഗമ്മികളായ സൈബർ സഖാക്കളെ കൊണ്ട് തെറി വിളിപ്പിച്ചിട്ട് കാര്യമില്ല. നിങ്ങളൊന്ന് മനസ്സിരുത്തി പരിശോധിക്ക്. എന്താണെന്നറിയോ മറ്റൊരു തീരുമാനം? യൂണിവേഴ്സിറ്റികൾ ഇവിടെ നിന്നുണ്ടാക്കുന്ന ലാഭം പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റൂല. ചെറിയ കാര്യം അത്. ഇവിടെ നിന്നുണ്ടാക്കുന്ന ലാഭം ഇവിടെ ചെലവഴിക്കണം. എന്താ കാര്യം എന്നറിയോ? നമ്മുടെ മക്കൾ പഠിച്ചിട്ട് ജോലിക്ക് പോകാൻ നോക്കുമ്പോ ഇവിടെ ഒരു മെച്ചപ്പെട്ട ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ എവിടെ എന്ത് ചെയ്യണം? പുറത്തു പോകേണ്ടി വരും. അതുകൊണ്ട് ആ യൂണിവേഴ്സിറ്റികൾ ഉണ്ടാക്കുന്ന പണം ഇവിടെ നിക്ഷേപിക്കണം. നിങ്ങൾ കളിയാക്കിയിട്ട് കാര്യമല്ല സഖാക്കളെ. ഞങ്ങളുടെ മികവുറ്റ വിദ്യാഭ്യാസ മന്ത്രിമാര് എടുത്ത തീരുമാനം, CH അല്ലേ തുടങ്ങിയത്, പിന്നെ എങ്ങനെ മോശമാവുക? ഓർത്തോക്കുങ്ങൾ CH അമേരിക്കയിൽ പോയിട്ട് അവിടെ ചെന്ന് അദ്ദേഹം കാണുന്നത് MIT ആണ്. MIT കണ്ട് കേരളത്തിൽ വന്ന് അദ്ദേഹം പറഞ്ഞു, എനിക്ക് എൻ്റെ നാട്ടില് MIT പോലെ ഒരു യൂണിവേഴ്സിറ്റി വേണം. MIT പോലെ ലോകത്തിലെ ഒരു മികച്ച യൂണിവേഴ്സിറ്റി. അങ്ങനെയാണ് കുസാറ്റ് വരുന്നത്. സഖാക്കൾക്കറിയോ? അങ്ങനെ കുസാറ്റ് വരുന്നത്. അല്ലാതെ എന്റെ മുഖ്യമന്ത്രി പോയ പോലെ ഒരു ഇരുമ്പിന്റെ കസയിൽ കറുത്ത കോട്ടിട്ട് ഇരുന്നിട്ട് നാട്ടുകാരെ അപമാനിക്കുന്ന പണിയല്ല അവരൊന്നും ചെയ്തിരുന്നത്. അദ്ദേഹത്തിന് വീക്ഷണമുണ്ടായിരുന്നു, കാഴ്ചപ്പാടുണ്ടായിരുന്നു. അമേരിക്കയിൽ പോയപ്പോഴും പഠിച്ചത് നാട്ടിലേക്ക് എന്ത് കൊണ്ടുവരാൻ കഴിയും നല്ലത് എന്നായിരുന്നു. നിങ്ങൾ ചെയ്തില്ല, നിങ്ങൾക്ക് ചെയ്യാനാവില്ല. എന്നിട്ട് ചുമ്മാ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കുറെ കൂലിത്തല്ലുകാരെ നിർത്തിയിട്ട് വ്യാഖ്യാനിക്കുകയും ന്യായീകരിക്കുകയും ചെയ്യുകയല്ലാതെ ഒരു മനസ്താപം വേണ്ടേ സഖാക്കളെ? ഈ യൂണിവേഴ്സിറ്റി കൊണ്ടുവരുമ്പോ ഒരു മനസ്താപം. നിങ്ങൾക്ക് സഖാവ് പ്രധാമനെ ഓർമ്മയുണ്ടോ? കോഴിക്കോട് പ്രതാപന്റെ കണ്ണുപോയി. അവസാനം പ്രതാപൻ RMPയിലേക്ക് പോയി. ആ പ്രതാപൻ സമരം ചെയ്തത് സ്വാശ്രയ മേഖലയിലേക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കൊണ്ടുവരുന്നതിനെതിരാണ്. കൂത്തുപറമ്പ് വെടിവെപ്പ് ഓർമ്മയുണ്ടോ? കൂത്തുപറമ്പ് വെടിവെപ്പ് സഖാക്കളെ, നിങ്ങളിങ്ങനെ ഇമ്പം ചേർന്ന് പാടാറില്ലേ? പുഷ്പനെ അറിയാമോ അല്ലേ? ലീഗ് ഓഫീസിലേക്ക് മൈക്കും വെച്ചിട്ടല്ലേ പാടല്. എന്നാ അത് ഓഫാക്ക്. ആ മൈക്ക് കൊണ്ടായിട്ട് പിണറായി വിജയന്റെ ചെവിയിൽ വെച്ച് കൊടുക്ക്. എന്നിട്ട് ചോദിക്ക്, പുഷ്പനെ അറിയാമോ? ബിന്ദുവിനോട് ചോദിക്ക്, പുഷ്പനെ അറിയാമോ? ബിന്ദുവിന്റെ പ്രിയാപ്പളല്ലേ വർഗീയ രാഘവൻ, അവനോട് ചോദിക്ക്, പുഷ്പനെ അറിയാമോ? ഞങ്ങൾക്ക് പുഷ്പനെ അറിയാം. കൂത്തുപറമ്പിൽ കൊല്ലപ്പെട്ട രക്തസാക്ഷികളെ അറിയാം. ഞങ്ങൾക്ക് ഈ രാജ്യത്ത് നിങ്ങൾ ചെയ്തു കൂട്ടിയ അതിക്രമങ്ങളും അറിയാം. സഖാവേ,
പാപ്പിനിശ്ശേരിയിൽ, അഴീക്കോട് എൻ്റെ മണ്ഡലം ആയിരുന്ന അഴീക്കോട്, അവിടുത്തെ പാപ്പിനിശ്ശേരിയിൽ പാമ്പുകളെ കത്തിച്ചില്ലടോ സഖാക്കളേകൾ. ഈ സ്വാശ്രയ സ്ഥാപനത്തിനെതിരായിട്ട് എന്തെല്ലാം വൃത്തികേടുകൾ നിങ്ങൾ കാട്ടിക്കൂട്ടി, ഏതെല്ലാം അതിക്രമങ്ങൾ നിങ്ങൾ കാട്ടിക്കൂട്ടി. TP ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു നയതന്ത്ര വിദഗ്ധൻ, അദ്ദേഹത്തിന്റെ ഒരു ആഗോള വിദ്യാഭ്യാസ സെമിനാറിൽ പങ്കെടുക്കാൻ വന്നതാണ്. അയാളുടെ മകന്റെ പ്രായമല്ലാത്ത ഒരു SFI തെമ്മാടി ചെവിക്കുട്ടി കടിച്ച മനുഷ്യനെ റോട്ടിലിട്ടു. ഓർമ്മയുണ്ടോ? ശ്രീനിവാസൻ ജീവിച്ചിരിക്കുന്നില്ലേ? എന്നിട്ട് ഈ പിണറായി വിജയൻ ന്യായീകരിച്ചു വന്നു. അന്ന് പിണറായി വിജയന്റെ പത്രസമ്മേളനം ഇന്നലെ ഏതൊക്കെയോ മീഡിയ രണ്ടാമത് വിട്ടു. എന്താ പറയണേ പിണറായി വിജയൻ? ഇയാൾ ഒരു വിദ്യാഭ്യാസ വിചക്ഷണനല്ല. പിന്നെ എന്തിനാ അവിടെ പോയത്? ചെവിക്കുട്ടി കടിച്ച SFIക്കാരനോടല്ല മൂപ്പര പ്രതിഷേധം. പ്രായം ചെന്ന ഒരു മനുഷ്യൻ, ഉന്നത വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ നയതന്ത്ര രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് അന്ന് പറയാൻ, അന്ന് അധികാരത്തിന്റെ ഭ്രാന്ത് മൂത്ത വാലും ആ ഭ്രാന്ത് മൂത്ത തലയുമായി നടക്കുന്ന പിണറായി വിജയൻ അങ്ങനെ എന്തെല്ലാം സ്റ്റേറ്റ്മെന്റുകൾ ഇറക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോഴല്ലേ ഇതാ ഇന്ന് AIYFന്റെ പ്രഖ്യാപനം വന്നു. എന്താ AIYF പറഞ്ഞ്? ഒന്നുമില്ലെങ്കിലും പറഞ്ഞല്ലോ CPIക്കാർ, സമ്മതിക്കണം. ഉളുപ്പില്ലാത്ത SFIയെ പോലെ ചർച്ച ചെയ്ത് അംഗീകരിക്കാൻ അവർ പറഞ്ഞില്ല. AIYF പറഞ്ഞത് സ്വകാര്യ മേഖലയിൽ അത് കൊണ്ടുവരുന്നത് അപകടമാണ്. ഞങ്ങൾ ആ അഭിപ്രായക്കാരല്ല കേട്ടോ. ഞങ്ങളിത് 8.5 വർഷം മുമ്പ് കൊണ്ടുവരാൻ തീരുമാനിച്ചവരാണ് ഞങ്ങൾ പറയണത്. ഇപ്പൊ ബിന്ദു പറയുന്നുണ്ടല്ലോ, പത്രക്കാർ ചോദിച്ചു ബിന്ദുവിനോട് എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ അവർ പറഞ്ഞു നിർബന്ധമാണ്, കൊണ്ടുവന്നില്ലേ രക്ഷപ്പെടൂല, ഒരു ഉളുപ്പില്ലാണ്ട് പറയാൻ. അപ്പൊ പത്രക്കാർ പിന്നെയും ചോദിച്ചു അന്ന് കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ എതിർത്തില്ലേ? അപ്പൊ ബിന്ദുവിന്റെ മറുപടിയാണ്, നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും, മൂർത്തമായ സമയത്ത് മൂർത്തമായ ആലോചനയിൽ മൂർത്തിച്ചു വന്ന തീരുമാനമാണ്. ഉളുപ്പ് ഈ മലയാളത്തിൽ കട്ടിയുള്ള ഭാഷ പറഞ്ഞാൽ രക്ഷപ്പെടാമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നത്. മറ്റേ സന്ദേശ സിനിമയിൽ ചോദിക്കുന്നുണ്ട് എങ്ങനെ തോറ്റെന്ന് പറയും. അല്ല, നിങ്ങൾ ഈ മുറിഞ്ഞായെന്നും പറയേണ്ടെന്ന് പറയുന്ന ഒരു വർത്താനം ഉണ്ടാവും. അതുപോലെ ഒരു ഉളുപ്പില്ലാതെ എന്ത് മുഹൂർത്തം. അക്ഷരം മാറിപ്പോയാൽ കുഴപ്പമുള്ളതുകൊണ്ട് ഞാൻ ആവർത്തിക്കണില്ല. എവിടുത്തെ വർത്താനാണ് നിങ്ങൾ ഈ പറയണത്? എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 10 ബാച്ചുകളുടെ ഇൻടേക്ക് കഴിഞ്ഞു. സമയം 10 ബാച്ചുകൾ ഇൻടേക്ക് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. 2 ബാച്ചുകൾ പുറത്തിറങ്ങേണ്ട സമയം കഴിഞ്ഞു. എത്ര കുട്ടികൾ ഈ സമയത്ത് വിദേശത്ത് പോയി എന്ന കണക്കറിയുമോ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിക്ക്? അറിയുമോ? ഞാൻ ഈ നാട്ടിലെ സഖാക്കളോട് ചോദിക്കുന്നത്, ഈ ലീഗിനെ തെറി പറയേ തോന്നിയാസം പറയേ എന്തോ ചെയ്തോ എന്ന പാർട്ടിയുടെ ഉള്ളു പോയിട്ടെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ആർജവള്ള സഖാക്കള് ഒരു ചോദ്യങ്ങൾ ചോദിക്കും, ഇതിന്റെ ന്യായം എന്താണ്? എന്തിനാ 8.5 കൊല്ലം മുമ്പ്? പണ്ടൊന്നല്ലല്ലോ സഖാവേ, 8.5 കൊല്ലം മുമ്പല്ലേ. നിനക്ക് അൽഷിമേഴ്സ് ഒന്നും വന്നിട്ടില്ലല്ലോ. ഒന്ന് ചോദിക്ക്, എന്തായിരുന്നു, എന്തിന്റെ പേരിലാണ് 8.5 കൊല്ലം മുമ്പ് ഈ യൂണിവേഴ്സിറ്റികൾ കൊണ്ടുവരുന്നതിനെ നിങ്ങൾ എതിർത്തത്? ഒന്ന് ചോദിക്ക്. പാർട്ടി സമ്മേളനം നടക്കുന്നില്ലേ? അവിടെ പോയിട്ട് ഇങ്ങനെ അവിടെ ഈ അധികാരത്തിന്റെ കൊഴുപ്പ് കൊണ്ട് ഉണ്ടാക്കി തരുന്ന ഭക്ഷണം കഴിച്ചു വന്നാൽ മതിയോ? ചോദിക്ക് നിങ്ങൾ. ഇനി ഞാൻ ചോദിക്കണത്, പാർട്ടി സമ്മേളനം നടക്കില്ലേ? നിങ്ങൾ പറയേണ്ടത് എന്താണ്? 8.5 കൊല്ലമായി നിങ്ങൾ കേരളം ഭരിക്കുകയാണ്. സഖാക്കളെ, നിങ്ങൾ പ്രതിപക്ഷത്തായിരുന്നെങ്കിൽ നിങ്ങളുടെ പാർട്ടി സമ്മേളനങ്ങളിലെ പ്രസംഗങ്ങൾ മുഴുവൻ ഭരിക്കുന്നവനെ കുറിച്ചായിരിക്കും. ആയിരുന്നു. ഇപ്പൊ നിങ്ങൾ ഭരണപക്ഷത്തല്ലേ? അപ്പൊ ചെയ്യേണ്ടത് എന്താണ്? 8.5 കൊല്ലം ഭരിച്ചത് എന്തിനാണ്, എങ്ങനെയാണ് എന്ന് നിങ്ങൾ പറയണം. അല്ലെങ്കിൽ സഖാക്കൾ ചോദിക്കണം, എന്താ ഈ കെ ഫോൺ, എന്താ ഈ കെ റെയിൽ, എന്താ ഈ കെ ബസ്, എന്താ ഈ കെ ക്യാമറ? നിങ്ങൾ ചോദിക്കാത്തതുകൊണ്ട് എന്താ നിങ്ങൾ ഈ ബജറ്റിൽ ഇതാ കെ ഹോം വന്നിരിക്കുന്നു. പിന്നെയും വന്ന് ചോദിച്ചാലല്ലേ ഇത് നിർത്തുള്ളൂ. ഈ കെ എന്ന് പറഞ്ഞിട്ട് കക്കലിന്റെ ഷോർട്ട് ഫോം ആക്കിയിട്ട് ഇങ്ങനെ ഈ പണം അടിച്ചു മാറ്റാന്നല്ലാതെ നിങ്ങൾ എന്തെങ്കിലും ഒരു പുതിയ പ്രൊജക്ട് ജനങ്ങൾക്ക് അനുകൂലം, ഇനി അതൊക്കെ വിട്ടേക്ക്. സഖാക്കളൊന്ന് ചോദിക്ക്. ഈ ആലിബാബയും 41 കള്ളന്മാരെന്ന് പറഞ്ഞ പോലെ ഒരു മുഖ്യമന്ത്രിയും 21 കള്ളന്മാരെയും കൂട്ടിയിട്ട് ഒരു യാത്ര നടത്തിയിട്ടില്ല ഒരു ബസ്സിൽ. അതിന്റെ വിവരം എന്താ? അതെവിടെ എത്തി? AK ബാലൻ പറഞ്ഞു. ഈ UDF എന്താ പറയണത്? ആ ബസ്സല്ലേ എറണാകുളം തിരുവനന്തപുരം ബാംഗ്ലൂർ റോട്ടിൽ ഓടുന്നത്? അതിനായിരുന്നു ഈ പണിയൊക്കെ എടുത്തത്. ബസ് ബാംഗ്ലൂർ എറണാകുളം റോട്ടിൽ ഓടിയാൽ തീരുവോ സഖാവേ പ്രശ്നം? ആ ബസ്സിൽ യാത്ര ചെയ്ത മുഖ്യമന്ത്രി ഒരു കെട്ട് അപേക്ഷ വാങ്ങിയിരുന്നല്ലോ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 140 നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് ഒരു അപേക്ഷയിൽ തീരുമാനമുണ്ടാക്കിയോ? അവർ തന്ന ഏതെങ്കിലും ഒരു കത്തിന് നിങ്ങൾ കൃത്യമായ ഉത്തരം നൽകിയോ? ഏതെങ്കിലും ഒരു അപേക്ഷയുടെ നടപടിക്രമങ്ങൾ നിങ്ങൾ പത്രത്തിൽ കൊടുത്തോ? ഒന്നും ചെയ്തില്ലല്ലോ. ആ ബസ്സിനെ വിമർശിച്ചത് അത് വേറെ കാര്യമുണ്ട്. എന്താണ്? ആ ബസ്സിനകത്ത്
ബാത്റൂം, കുളിമുറി, ലിഫ്റ്റ്, എടോ ഒന്ന് മൂത്രമൊഴിക്കാൻ ഇറങ്ങാൻ പോലും നേരമില്ലാത്ത ഈ ആളുകൾ രാജ്യം മുഴുവൻ ഓടി നടന്നിട്ട് അതിന്റെ റിസൾട്ട് എന്ത്? അതിന്റെ റിസൾട്ട് നിങ്ങൾ പറയണ്ടേ? ഈ സമ്മേളനം നടക്കുമ്പോൾ പാർട്ടി സമ്മേളനങ്ങൾ നിങ്ങൾ ചോദിക്കണ്ടേ? എന്താ പറയാത്തത്? ഇതാ പുതിയ ബജറ്റ് വന്നു. കിഫ്ബി എന്ന് പറയുന്ന കൊടും ബാധ്യതയെ കുറിച്ച് ഈ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പ്രസംഗിച്ചത് നിങ്ങൾ കേട്ടു. ഞാൻ ചോദിക്കട്ടെ, ഈ ബജറ്റിൽ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞൊരു കാര്യം എന്താ അറിയോ? വയനാട് പാക്കേജാണ്. ചില ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാൻ പറ്റില്ല. ഇവരൊരു വർത്താനുണ്ട്, ഈ ഫാഷിസ്റ്റുകളുടെ ഒരു രീതി എന്താ അറിയോ? നിങ്ങള് ദുരന്തമാണ്, മിണ്ടരുത്, കൊറോണയാണ്, കോവിഡാണ്, പ്രളയാണ്, ആരും മിണ്ടരുത്, പഞ്ചപുച്ച മടക്കി ഈ കള്ളന്മാർക്ക് കൂട്ടുന്നു കൊടുക്കണം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വയനാട്ടിലെ 700 കോടി പ്രോജക്റ്റിന്റെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞേ. എന്താ പ്രോജക്റ്റ്? ഇപ്പൊ ഇതാ കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റി, കമ്മിറ്റി എന്തായി അറിയുക? ആദ്യം കോൺട്രാക്ടറെ പിടിക്കും, ആദ്യം കോൺട്രാക്ടറെ അടുത്താ പോവുക, കാരണം പൈസ കിട്ടും, ഉറപ്പാണ്. അവർക്ക് എന്താ ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. സർക്കാർ അവർക്ക് പണി കൊടുക്കുന്നു, അവരതിൽ നിന്ന് ലാഭമുണ്ടാക്കുന്നു, അതിന്റെ വിഹിതം പാർട്ടിക്കും കൊടുക്കുന്നു, ഉറപ്പ് എല്ലാ പാർട്ടിക്കും കിട്ടും. എല്ലാ പാർട്ടിക്കാരും പോകുന്നത് കോൺട്രാക്ടർമാരടുത്ത. ധൈര്യം ഉണ്ടെങ്കിൽ ഈ കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയിലെ ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ കോൺട്രാക്ടറിന്റെ വീടിന്റെ മുറ്റത്തെങ്ങാനും കണ്ടാൽ അടിച്ചവൻ ഓടിക്കും. ആ സാധുവിന് ഒരു പണി കിട്ടിയിട്ട് കുറെ കാലായി, ആ സാധുവിന്റെ ബില്ല് പാസ്സായി കൊടുത്ത് കുറെ കാലായി. നിങ്ങൾ അറിയുമോ, കൊണ്ടോട്ടിയിലെ ഒരു എ ക്ലാസ് കോൺട്രാക്ടർ സർക്കാരിന്റെ മുമ്പിൽ 10 കോടിയുടെ വർക്ക് ഞാൻ 11 കോടിക്ക് തീർക്കാം എന്ന് 9 കോടിക്ക് തീർക്കാം എന്ന് പറഞ്ഞാൽ സാമാന്യ മര്യാദക്ക് ഗ്യാരണ്ടിയോടെ അവന് കൊടുക്കണ്ടേ? എന്നാൽ 10 കോടിയുടെ വർക്ക് ഞങ്ങൾക്ക് നോക്കിയാൽ 12 കോടിയാണ് എന്ന് എസ്റ്റിമേറ്റ് ഇട്ട് വർക്ക് തീരുമ്പോൾ പിന്നെയും എസ്റ്റിമേറ്റ് വർദ്ധിപ്പിച്ച് പണം വാങ്ങുന്നത് ഈ പറയുന്ന ഊരാലുങ്കലാണ്. അവർക്ക് പ്രത്യേക എഞ്ചിനീയർ, അവർക്ക് പ്രത്യേകമായ ബജറ്റ്, അവർക്ക് പ്രത്യേകമായ സൗകര്യങ്ങൾ. ആ ഊരാലുങ്കലയാണ് വയനാട് പ്രോജക്റ്റ് ഏൽപ്പിച്ചിരിക്കുന്നത്. അവിടെ മൊത്തം വീടടക്കമുള്ള പ്രൊജക്ടിന്റെ സ്ക്വയർ ഫീറ്റിനാണോ 3000? അതല്ല, ഉണ്ടാക്കുന്ന വീടിന്റെ സ്ക്വയർ ഫീറ്റിനാണോ 3000? ഡിക്ലെയർ ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ ഒരു മഹാദുരന്തമായത് കൊണ്ട് ഞാനിത് പറയുന്നത് വയനാട്ടുകാരനാണ്, എനിക്കറിയാം അവിടെ എന്താ സംഭവിക്കണമെന്ന്. ഇനി ഇതാ ഒരു പ്രളയത്തിലെ ദുരന്തം വന്നോർത്ത് ഞാൻ കുഴപ്പമുണ്ടാക്കി എന്ന് പറയാൻ നിൽക്കണ്ട, ഇത് കൃത്യമാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ആ പ്രൊജക്റ്റിൽ വീട് വേണ്ട എന്ന് പറയുന്നവന് എത്ര രൂപ കൊടുക്കുന്ന സർക്കാർ പറഞ്ഞത്? 15 ലക്ഷം റുപ്യ. അതെങ്ങനെ മതിയാവുക? ആ പ്രോജക്റ്റിൽ വീട് വേണ്ട എന്ന് പറയുന്നവന് 15 ലക്ഷം റുപ്യ. അപ്പൊ അവന്റെ സ്ക്വയർ ഫീറ്റിന് എത്രയാണ്? അവന്റെ വീടിന്റെ സ്ക്വയർ ഫീറ്റിന് എത്രയാണ്? അവൻ വാങ്ങുന്ന സ്ഥലത്തിന് എത്രയാണ് പൈസ? അപ്പൊ നിങ്ങൾ കണക്ക് കൂട്ടുന്നത്
ഈ പ്രശ്നത്തിന്റെ മറവിൽ ഇനി അത് മാത്രമല്ല സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മളൊരു വീട് എടുക്കുകയാണ്, വൈദ്യുതി വേണം, അതിനെങ്ങനെയാണ് ബുദ്ധിമുട്ട് നമുക്കറിയാലോ. അവിടേക്ക് വെള്ളത്തിന്റെ കണക്ഷൻ വേണം, അതിന് എത്ര ചെലവാകും നമുക്കറിയാലോ. അവിടേക്ക് റോഡ് വരണം, അവിടുത്തെ തറ കെട്ടുന്നത് മുതൽ പഞ്ചായത്തിൽ മുനിസിപ്പാലിറ്റിയിൽ പെർമിഷൻ വേണം, വില്ലേജ് ഓഫീസിൽ കയറി ഇറങ്ങണം. എത്ര പൈസയാവും, എത്ര ബുദ്ധിമുട്ടും. ഇതൊന്നും വേണ്ടല്ലോ, സർക്കാരിന്റെ പ്രോജക്റ്റ് അല്ലേ. കരണ്ട് വലിക്കാം, വെള്ളമെടുക്കാം, റോഡ് സൗകര്യപ്പെടുത്താം, എല്ലാം ചെയ്യാം. എന്നിട്ടും അവിടെ ഉണ്ടാക്കുന്ന സ്ക്വയർ ഫീറ്റിന് 3000. ആ 3000 നിങ്ങൾ വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് കൊടുക്കുന്നുവെങ്കിൽ ഞങ്ങൾ അത് അംഗീകരിക്കും. അവരവരുടെ ഇഷ്ടത്തിന് എടുക്കട്ടെ. പക്ഷെ അവർക്ക് കൊടുക്കൂല. നിങ്ങൾ എടുക്കുന്ന വീടിന് നിങ്ങൾ നിശ്ചയിക്കുന്ന തീരുമാനം ഇതാണ്. അതുകൊണ്ട് ഞാൻ സ്നേഹപൂർവ്വം നിങ്ങളോട് പറയുന്നത്, ഈ വളരെ കൃത്യമായ രാഷ്ട്രീയ അജണ്ടകൾ വെച്ച് പുലർത്തി തന്നെയാണ് നിങ്ങൾ ഈ രാഷ്ട്രീയ അല്ലെങ്കിൽ ഈ പദ്ധതി അടക്കമുള്ള എല്ലാ പദ്ധതികളിലും പെരുമാറുന്നത്. ഒരൊറ്റ കാര്യം കൂടെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് ഇതിനോടൊക്കെയുള്ള സമീപനം നിങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ വയനാട് തന്നെ കേന്ദ്രീകരിപ്പിച്ച് സംസാരിക്കാം. കഴിഞ്ഞ ആഴ്ച പനമരം പഞ്ചായത്തിൽ ഒരു സ്വാഭാവികമായ ഒരു പ്രക്രിയ ഉണ്ടായി. എന്താ ഉണ്ടായത്? അവിടുത്തെ പഞ്ചായത്തിന് ഭരണം പോയപ്പോൾ പിന്നെ ഭരിക്കേണ്ടത് ലീഗാണ്. കോൺഗ്രസ് പറഞ്ഞു ലീഗിന് കൊടുക്കാം, 6 മാസം ലീഗ് പ്രസിഡന്റ് ആയിക്കോട്ടെ. ജനറൽ വനിതാ പഞ്ചായത്ത്. ഞങ്ങള് അവിടെ 2-3 വനിതകളുണ്ട്. ആരാവണമെന്ന ആലോചന നടന്നു. സാദിഖ് അലി ശിഹാബ് തങ്ങൾ ചുമതലപ്പെടുത്തി. തങ്ങൾ പറഞ്ഞോളൂ. തങ്ങൾ ആദ്യമൊക്കെ പറഞ്ഞു പഞ്ചായത്തല്ലേ, നിങ്ങൾ തീരുമാനിച്ചാൽ മതി. പക്ഷെ ഞങ്ങൾ പറഞ്ഞു എന്നാലും തങ്ങൾ പറയും. തങ്ങൾ ആ 3 പേരുടെ ലിസ്റ്റ് എടുത്ത് അവിടെ വിളിച്ച് 1-2 ആളുകളുടെ കയ്യിൽ നിന്ന് ഫീഡ്ബാക്ക് എടുത്ത് ഇവരുടെ കപ്പാസിറ്റി, ഇവരുടെ ഭരണപരിചയം ഒക്കെ പരിശോധിച്ച് ഒരു സ്ത്രീയെ പഞ്ചായത്ത് ബോർഡിന്റെ പ്രസിഡന്റാക്കി. ഒരു സ്ത്രീ, അവരാദിവാസിയായിരുന്നു, മനുഷ്യവർഗത്തിലൊന്നും പെട്ടതല്ല എന്ന് മനസ്സിലായത് CPM-ന്റെ പ്രസംഗം കേട്ടപ്പോഴാണ്. ഞങ്ങൾ നോക്കിയത് ലീഗിന്റെ കോണിച്ചിഹ്നത്തിൽ മത്സരിച്ച 3 പേരെ, അതിൽ യോഗ്യതയുള്ളത് ആരാണോ അവർക്ക് കൊടുത്തു. ജനറൽ ആയതുകൊണ്ട് മുസ്ലിം സ്ത്രീകൾ തന്നെ വരണം. ഞങ്ങൾ തീരുമാനിച്ചില്ല. എന്നിട്ടോ ഈ തീരുമാനം എടുത്തതിന് ശേഷം ഞങ്ങളൊരു വലിയ മഹാസംഭവം ചെയ്തിരിക്കുകയാണ്. ഒരു ജനറൽ സീറ്റിൽ ഒരു ആദിവാസി വനിതയെ പ്രസിഡന്റ് ആക്കിയിരിക്കുന്നു എന്നൊന്നും ഞങ്ങൾ ഗീർവാണം പറഞ്ഞില്ല, ഞങ്ങൾ മിണ്ടിയില്ല. എന്നാൽ അവിടെ മെനഞ്ഞാന്ന് പ്രസംഗിച്ച CPM-ന്റെ തലമുതിർന്ന നേതാവ് നടത്തിയ പ്രസംഗം എന്താണെന്നറിയോ? ഏറ്റവും പച്ചക്ക് പറയാൻ, മുസ്ലിം സ്ത്രീ ഇവിടെ സ്ഥാനാർത്ഥിയാവേണ്ട ഒരു ജനറൽ പഞ്ചായത്തിൽ ആദിവാസിയെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു. ഇതെന്തൊരു തോന്നിവാസമാണ്. എന്നിട്ട് അയാൾ പറഞ്ഞ 2ാമത്തെ വാക്കാണ് പ്രശ്നം. അയാൾ പറയാൻ, അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് മുസ്ലിം വീടുകളിൽ വന്ന് വോട്ട് ചോദിക്കാൻ ലീഗുകാർ വന്നാൽ നിങ്ങൾ ആട്ടി ഓടിക്കണം. ഈ വൃത്തികേട് പറഞ്ഞ CPM-കാരന്റെ മനസ്സിനകത്തുള്ള ഈ ചളിയുണ്ടല്ലോ, ഈ വിഷമുണ്ടല്ലോ, മുസ്ലിമിന്റെ ഹൃദയത്തിനകത്തില്ല പനമരത്ത് എന്ന് ഒന്ന് പോയി പറഞ്ഞു കൊടുക്കുക ഏതെങ്കിലും ഒരു സഖാബ് ഈ നേതാവിനോട്. അവിടെ ഒരു ആദിവാസി പഞ്ചായത്ത് പ്രസിഡന്റ് ആയാൽ തനിക്കെന്താടോ? അവര് മനുഷ്യരല്ലേ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ നാട്ടിലെ മുസ്ലിങ്ങൾ സാംസ്കാരികമായി വളർന്നു വന്നിട്ടുണ്ട്. കാരണം അവർക്ക് വക്കം അബ്ദുൽ ഖാദർ മൗലവി, ബാഫക്കി തങ്ങൾ, സീതി സാഹിബ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങള് ബംഗാളിലെ മുസ്ലിങ്ങളെ പോലെ ഈ CPM-ന്റെ ആഫീസിൽ തലവെച്ച് കൊടുത്തില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അസ്തിത്വമുണ്ട്, വ്യക്തിത്വമുണ്ട്. ഇവിടുത്തെ നായർ സമൂഹം മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ ശക്തിയാർജിച്ചു. ഇവിടുത്തെ ഈഴവ സമൂഹം ശക്തി പ്രാപിച്ചു ശ്രീനാരായണ ഗുരുദേവന്റെ നേതൃത്വത്തിൽ. എന്ന കമ്മ്യൂണിസ്റ്റുകാരാ, നിങ്ങളെ വിശ്വസിച്ച ഏതെങ്കിലും ഒരു സമൂഹത്തെ നിങ്ങൾ സഹായിച്ചിട്ടുണ്ടോ? കൂടെ നിന്ന് കൊടുത്തിട്ടുണ്ടോ? അവരോട് ചേർന്ന് നിന്നിട്ടുണ്ടോ? നിങ്ങളെ വിശ്വസിച്ചവരാണ് ഇവിടുത്തെ ആദിവാസികൾ. എനിക്കറിയാം, പഞ്ചായത്തിലടക്കം ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ മത്സരിച്ച ആളാ ഞാൻ. ആ പഞ്ചായത്ത് ബോർഡിന്റെ സാരഥ്യം വഹിച്ച ആളാ ഞാൻ. എനിക്കറിയാം, എൻ്റെ പഞ്ചായത്തിൽ ഒരുപാട് ആദിവാസി കോളനികളുണ്ട്. ആ കോളനികൾ തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് പോയി ക്യാമ്പ് ചെയ്യുന്നകൾ CPM-കാർ വളഞ്ഞു പിടിക്കും. വോട്ട് യന്ത്രമാക്കി പാവങ്ങളെ കൊണ്ടുപോയി വോട്ട് ചെയ്യിക്കും. കോളനികളെ വിഭജിക്കാൻ ഞാനൊക്കെ പലപ്പോഴും നടത്തിയ ശ്രമം തടുക്കും. സമ്മതിക്കൂല, പറ്റൂല എന്ന് പറയും. കോളനിയായിട്ട് നിൽക്കണം. ഇവന്റെ തോന്നിയാസത്തിനാണ് ഈ വോട്ട് പിടിക്കാൻ. ഞാൻ ചോദിക്കട്ടെ, ഈ പാവങ്ങൾ മാത്രമല്ലേ കോളനിയിൽ താമസിക്കുന്നുള്ളൂ? ഇവിടുത്തെ മുസ്ലിം അങ്ങനെ ഉണ്ടോ? ആദിവാസികൾ അവരുടെ പഴയ വസ്ത്രം ധരിക്കണം. അവർ നന്നായിക്കൂടാ, നന്നാവാൻ ഇവർ സമ്മതിക്കൂല. ഇവിടുത്തെ മുസ്ലിങ്ങളെ പഴയ പോലെയാണ്. കൊണ്ടോട്ടിയിലെ മാപ്പിള
നിങ്ങളുടെ ഉമ്മമാരങ്ങനെയായിരുന്നു. ഞാനും ഈ കൊണ്ടോട്ടി പരിസരത്ത് എൻ്റെ വാപ്പ ഇവിടുന്ന് പോയതാണ് വയനാട്ടിൽ. എനിക്കറിയാം ഇവിടുത്തെ ഈ മലബാറിലെ മാപ്പിളയുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന്. നമുക്കറിയൂലേ, സിനിമകൾ കാണുന്നില്ലേ? കള്ളി മുണ്ടെടുത്ത് പച്ച ബെൽറ്റ് കെട്ടി ഒരു കത്യം തിരികെ നടക്കുന്ന മലബാറിലെ മാപ്പിള ഇപ്പം ഉണ്ടാവും. കൊണ്ടോട്ടിയിലെ പയ്യന്മാരെ നോക്കുതി, യൂത്ത് ലീഗുകാരെ, MSFകാരെ, എന്ത് ചെത്ത് പിള്ളേരാണ്, എന്ത് ഫ്രീക്കന്മാരാണ്. ആ പഴയ മാപ്പിളയാ. നിങ്ങളെ ഉമ്മ ഉണ്ടോ കാച്ചി മുണ്ടും എടുത്തിട്ട് കാതിലിങ്ങനെ എന്താണ് ചിറ്റൊക്കെ ഇട്ടിട്ട് നടക്കുന്ന ആ ഉമ്മ പോയില്ലേ? അപ്പം നമുക്ക് മാറല്ലേ? നമുക്ക് പഴയ വേഷം ഒന്നും വേണ്ട, പുതിയ ഫ്രീക്ക് വേഷം. നമുക്ക് ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ചട്ടയും മുണ്ടുമായിരുന്നു, ഓരോ വേഷം മാറി. ഇവിടുത്തെ കുറിച്യ സമുദായം മാറി, എല്ലാവരും മാറി, ഓർക്കൊക്കെ മാറാം. ആദിവാസികൾ മാറിക്കൂടാ. അവര് മനുഷ്യരല്ലേ? അവരിൽ ഒരാളെ ഒരു അധികാര സ്ഥാനത്തേക്ക് വരുമ്പോ CPM എന്തിനാ ചൊറിച്ചില്? തകരുന്നത് നിങ്ങളുടെ ഒരു വോട്ട് ബാങ്കാണ് എന്ന് ഞങ്ങൾക്കറിയാം. തീരുന്നില്ല. നിങ്ങൾ അറിയുമോ, 8 മരണമായി ഈ ജനുവരി ആയിട്ടല്ലേ ഉള്ളൂ, 2025. ഒരു മാസവും കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ. 8 മനുഷ്യരെ വന്യമൃഗങ്ങൾ ചവിട്ടിക്കൊന്നു. കൊന്നവരൊക്കെ ആരാ? കൊല്ലപ്പെട്ടവരൊക്കെ ആരാന്നറിയാമോ? ഒന്നുകിൽ ദളിതുകൾ, ഒന്നുകിൽ ആദിവാസികൾ, അല്ലെങ്കിൽ തോട്ടം തൊഴിലാളികൾ, അല്ലെങ്കിൽ കുടിയേറ്റ കർഷകർ. ഒരു മുതലാളിയുമല്ല, ഒരു സമ്പന്നനുമല്ല. അതുകൊണ്ട് രാജ്യം ഭരിക്കുന്നവന് പ്രശ്നമില്ല. വിജയരാഘവന്റെ ഒരു പ്രസംഗമുണ്ട്, നിങ്ങൾ വേണേ കേട്ടോളി. എന്താ പറഞ്ഞെന്നറിയോ? കളിയാക്കുക. വിജയരാഘവൻ പറയാണ്, ഞാനിങ്ങനെ നോക്കുമ്പോ ബോംബെയുടെ നഗരമധ്യത്തിലൂടെ ഒരു പുലി പോവാണ്. ഡൽഹിയിൽ ഞാനിങ്ങനെ പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോ മുറാദാബാദിലോ ഔറാബാദിലോ ബെഡ്റൂമിൽ AC റൂമിൽ പുലി കിടക്കുന്നു. നമ്മളൊക്കെ നാട്ടിലാണ് എന്താ സ്ഥിതി? ഈ വർഗീയ രാഘവന് പരിഹാസമാണ്. പനമരത്തിന് ആദിവാസി പഞ്ചായത്ത് പ്രസിഡന്റ് ആയപ്പോ CPM നേതാവിന് ചൊറിഞ്ഞ പോലെ ഈ പാവപ്പെട്ടവര് മരിച്ചപ്പോ ഗവൺമെന്റിന് പ്രശ്നമില്ല. എത്ര പേര് മരിച്ചു? ഇതൊരു മുതലാളിയാണെങ്കിലോ രാഷ്ട്രീയത്തിന്റെ ഒരു കരുത്തെന്ന് പറയുന്നത് ഈ നാട്ടിലെ പാവങ്ങളാണ്, സാധാരണക്കാരാണ്. അവന്റെ വേദന മനസ്സിലാവണം, അവന്റെ പ്രയാസം അറിയണം. ഇവിടുത്തെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടന എന്ന് പറയുന്ന CPM ഭരിക്കണവിടെ. എന്നിട്ട് നിയമസഭയിൽ നിന്ന് കാര്യക്ഷമമായ ഒരു നടപടി എടുത്തോ? ഇതേതെങ്കിലും മുതലാളിക്ക് പറ്റിയാൽ പാഞ്ഞു വരുമല്ലോ പിണറായി വിജയൻ. നാട്ടിലെ മുതലാളിമാരുടെ പേറ്റുകുളിക്ക് വരെ പോകാൻ മടിയില്ലാത്ത മുഖ്യമന്ത്രിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. സമ്പന്നന്റെ അടുക്കളയിൽ കൊണ്ടുപോയി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അടിയറ വെച്ച ഈ മുതലാളിക്കറിയുമോ ഈ പാവപ്പെട്ട മനുഷ്യന്റെ വില? ഈ 2025 ഞാനിതാ പ്രസംഗിക്കുന്ന ഈ നിമിഷം വരെ വയനാട്ടിൽ നിന്നും കേരളത്തിലെ മലയോര ഗ്രാമങ്ങളിൽ നിന്നും 8 മനുഷ്യർ ചതഞ്ഞരിഞ്ഞു മരിച്ചുപോയി. ഒരു വർത്താനമില്ല, ഒരു പ്രയാസമില്ല. എന്തൊരു സർക്കാരാണോ ഇത്? പാവപ്പെട്ടവന്റെ കൂടെ നിൽക്കാനാവാത്ത, അവന്റെ സങ്കടങ്ങൾക്ക് പുല്ലിന്റെ വില കൽപ്പിക്കാത്ത, അവരുടെ പ്രതിഷേധങ്ങൾക്ക് മാന്യതയുടെ അംഗീകാരം കൊടുക്കാത്ത, ചോദിക്കുന്ന ചോദ്യത്തിന് നിയമസഭയിൽ പരിഹസിക്കുന്ന കുറുക്കോളി മൊയ്തീൻ ചോദിച്ചപ്പോ എന്താ അങ്ങക്ക് പറ്റിയത്? കുറുക്കോളി മൊയ്തീൻ ഒരു പാവാണ്, സാധുവാണ്, ഞങ്ങൾക്കിടയിലെ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ, പാവം. ആ മനുഷ്യൻ ചോദിച്ചപ്പോ എന്താ കളിയാക്കിയത്? നിങ്ങളെ മുഖ്യമന്ത്രി തിരൂരിന്ന് താനൂരിലേക്ക് ഒരു ട്രെയിൻ, നിങ്ങൾ ഏതെങ്കിലും ഒരു പുരോഗതിയെ കുറിച്ച് നിങ്ങൾ അംഗീകരിക്കൂ? തുടക്കത്തിൽ ആര് പറഞ്ഞാലും കുറുക്കോളി മൊയ്തീന് ഓട് പൊളിച്ച് നിയമസഭയിൽ ഇറങ്ങിയതല്ല മുഖ്യമന്ത്രി. അയാൾ തെരഞ്ഞെടുക്കപ്പെട്ട് വന്നതാണ്. നിയമസഭയിൽ ഒരു പ്രിവിലേജ് കമ്മിറ്റി ഉണ്ട്. എന്താ പ്രിവിലേജ് കമ്മിറ്റി എന്നറിയാം? ഒരു ജനപ്രതിനിധിയുടെ പ്രിവിലേജ്. ഞാൻ ആ നിയമസഭയിൽ ചെന്നാൽ എനിക്ക് അവിടെ സംസാരിക്കാനും ഉത്തരം കിട്ടാനും അവകാശമുണ്ട്. ചോദിക്കുന്ന ഒരു MLAയോട് മറുപടി ഉത്തരം കൊടുക്കുന്നത് മുഖ്യമന്ത്രി വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ ഔദാര്യാണെന്ന്? അല്ല, ചോദിക്കുന്ന ജനപ്രതിനിധിയുടെ അവകാശം. നിങ്ങൾ ഔദാര്യത്തിന് മറുപടി പറയാതിരിക്കാൻ അത് വീട്ടിൽ പോയിരിക്കണം. സർക്കാരിന്റെ ക്ലിഫ് ഹൗസിൽ ഇരുന്നിട്ടും സർക്കാരിന്റെ സഭയിൽ കകത്തിരുന്നിട്ടുമല്ല അതിനെ കളിയാക്കല്, പരിഹസിക്കല്. നിങ്ങൾക്ക് എല്ലാവരോടും പുച്ഛം, എല്ലാവരോടും പരിഹാസം, ജനങ്ങളോട് പ്രതിബദ്ധതയില്ലാത്ത ഒരു ഭരണം. എന്നിട്ടോ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നാൽ നാട്ടുകാരെ തമ്മിൽ തല്ലിക്കാൻ ഉള്ള ഏർപ്പാട് മുഴുവൻ. മലപ്പുറത്ത് വന്നാൽ മുസ്ലിങ്ങളെ തമ്മിൽ തല്ലിക്കുക, അതല്ലേ സൗകര്യം? അതിന് മതസംഘടനകളോ മറ്റോ എവിടെ പോയി കുത്തിത്തിരിപ്പുണ്ടാക്കാൻ പറ്റുമോ അവിടെ പോവുക. അങ്ങോട്ട് വടകര താലൂക്കിന് മറ്റൊക്കെ പോയാലോ മറ്റു സമുദായങ്ങളുമായി മുസ്ലിങ്ങളെ തമ്മിൽ തല്ലിക്കുക, എന്നിട്ട് ചോര കുടിക്കുക. ഈ മുട്ടനാടിനെ കൊണ്ട് തന്മ തല്ലിച്ചിട്ട് ചോര കുടിക്കണ ഈ കുറുക്കന്റെ ഏർപ്പാട്
എൻ്റെ CPM-കാരാണ്. ഞാൻ എല്ലാവരോടും പറയുന്നു, ജാഗ്രതയോടെ നിൽക്കണം. രാജ്യം ഭരിക്കുന്ന, അല്ലെങ്കിൽ തന്നെ ലോകം മുഴുവൻ കുഴപ്പാണ്. ഒന്ന് ട്രംപ്, ഒന്ന് നെതന്യാഹു, ഒന്ന് മോദി, ഒന്ന് പിണറായി വിജയൻ, എല്ലാം ഒരു അമ്മ പെറ്റ മക്കളെ പോലും. എന്തൊരു ദുരന്തമാണ്. ജാഗ്രതയോടെ നിൽക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, ഗൗരവത്തോടെ. രാജ്യത്തിൽ നിങ്ങൾ എടുക്കുന്ന സമീപനങ്ങൾ ഏതു തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് പരിശോധിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് കഴിയണം. അതിന് കഴിയുന്ന ആലോചനകളുടെയും ശ്രദ്ധയുടെയും കേന്ദ്രമായി ഓഫീസ് മാറട്ടെ. അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. അവസാനമായി ആശംസ അർപ്പിച്ചുകൊണ്ട് MSF അഖിലേന്ത്യാ പ്രസിഡന്റ് PV ഷാജി സംസാരിക്കും. പ്രിയങ്കനായിട്ടുള്ള അധ്യക്ഷൻ ലത്തീഫ് സാഹിബ്, പ്രിയപ്പെട്ട KM ഷാജി സാഹിബ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, വളരെ ഗംഭീരമായ 2 പ്രഭാഷണങ്ങൾ നമുക്കിവിടെ കേൾക്കാൻ സാധിച്ചു. ആനുകാലിക രാഷ്ട്രീയ സംഭവവികാസങ്ങളെക്കുറിച്ച് കൃത്യമായി ഇവിടെ 2 പേരും ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. കൊണ്ടോട്ടി മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും ചരിത്രപരമായ ഒരു ദൗത്യമാണ് ഇന്നിവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇവിടെ സംസാരിച്ചതുപോലെ ഈ ഓഫീസ് ഇവിടുത്തെ ജനങ്ങൾക്കൊരു ആശ്വാസ കേന്ദ്രമായി മാറുകയും ഭാവിയിൽ അത് മുസ്ലിം ലീഗിൻ്റെയും അതിൻ്റെ പോഷകഘടകങ്ങളുടെയും ഒക്കെ പ്രവർത്തനത്തിന് ഏറ്റവും ഉതകുന്ന ഒരു കേന്ദ്രമായി മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. അവസാനിപ്പിക്കുകയാണ്. നന്ദി പറയുന്നതിന് വേണ്ടി ഒരു മിനിറ്റ്. സുഹൃത്തുക്കളെ, നമ്മുടെ മമ്മുണ്ണി ഹാജിയുടെ അനുസ്മരണ സമ്മേളനം നമുക്കറിയാം. കൊണ്ടോട്ടിയുമായി 4 പതിറ്റാണ്ടിലേറെ കാല ബന്ധമുള്ള, ആത്മബന്ധമുള്ള, തനി കൊണ്ടോട്ടിക്കാരനായി കേരള നിയമസഭയിലേക്കടക്കം പോയിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ മമ്മുണ്ണി ഹാജിയുടെ അനുസ്മരണ സമ്മേളനം കേരളത്തിലെ വലിയ രാഷ്ട്രീയ നേതാക്കളൊക്കെ പങ്കെടുക്കുന്ന സാദിഖ് അലി ശിഹാബ് തങ്ങളും രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടി സാഹിബും ET ബഷീർ സാഹിബും അബ്ദുൽ വഹാബ് സാഹിബ് അടക്കമുള്ള, മുനീർ സാഹിബ് അടക്കമുള്ള മുഴുവൻ നേതാക്കളും പങ്കെടുക്കുന്ന അനുസ്മരണ സമ്മേളനം 20-ാം തീയതി, അടുത്ത 20-ാം തീയതി കോടങ്ങാട് റോസിയ ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ നടക്കുന്നുണ്ട്. എല്ലാവരും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. വൈകുന്നേരം 7 മണിക്ക്. പല നേതാക്കളും ഇനി ബാക്കിയുണ്ട്. സമയം വൈകിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നന്ദി പ്രകാശിക്കുന്നതിന് വേണ്ടി മുനിസിപ്പൽ മുസ്ലിം ലീഗ് സെക്രട്ടറി കോട്ട വീരാണ്ട് മാസ്റ്റർ ക്ഷണിച്ചു. ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി KM ഷാജി, വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട നേതാക്കളെ, ബഹുമാന്യരെ, വളരെ സന്തോഷമുള്ള ഒരവസരമാണ്. കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റി വിപുലീകരിച്ചതിൻ്റെ ഉദ്ഘാടനം നടന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഇന്നത്തെ പരിപാടി വമ്പിച്ച വിജയമായി. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇവിടെ ഈ ഓഫീസ് ഉദ്ഘാടനം ചെയ്ത ബഹുമാനായ സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ്, അഭിനന്ദനായ ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ, അതുപോലെ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത ജില്ലാ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, ഈ യോഗത്തിൽ സംബന്ധിച്ചിട്ടുള്ള മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് ജബ്ബാർ ഹാജി, അതുപോലെ ഇവിടെ പ്രസംഗിച്ച നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി KM ഷാജി, എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തി അധ്യക്ഷൻ്റെ അനുമതിയോടുകൂടി ഈ യോഗം പിരിച്ചുവിട്ടായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും.